എന്റെ കുഞ്ഞുമണികള് കഥ കേൾക്കാൻ റെഡിയാണോ? ശരി. കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു നാടോടി കഥ കേൾക്കാം. ഈ കഥയുടെ പേരാണ് കുപ്പേലരിമണി. എന്താണ്? കുപ്പേലരിമണി. കഥയിലേക്ക് പോകാം. വിശന്ന് നടക്കുന്ന കാക്കയ്ക്ക് കുപ്പയിൽ നിന്നും ഒരു അരിമണി കിട്ടി. കുപ്പയിൽ നിന്നും കാക്കയ്ക്ക് എന്ത് കിട്ടി? ഒരു അരിമണി കിട്ടി. അത് വേറൊരു കാക്കയെ ഏൽപ്പിച്ചു. ആ കാക്ക വീണ്ടും തീറ്റ അന്വേഷിച്ചു നടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മടങ്ങി വന്ന് ഏൽപ്പിച്ച അരിമണി മടക്കി ചോദിച്ചപ്പോൾ ആ അരിമണി വീണുപോയി, വേറൊന്ന് തരാം എന്ന് രണ്ടാമത്തെ കാക്ക പറഞ്ഞു. ആദ്യത്തെ കാക്ക ചങ്ങാതിയോട് നഷ്ടപരിഹാരമായി 2 അരിമണി വാങ്ങി. കുപ്പേലരിമണിക്ക് 2 അരിമണി എന്ന് പാടിക്കൊണ്ട് കാക്ക പിന്നെയും പറന്നു പോകുമ്പോൾ ഒരു നൂൽ കച്ചവടക്കാരനെ കണ്ടു. 2 അരിമണിയും അയാളെ ഏൽപ്പിച്ചു. മടങ്ങി വന്ന് കൊടുത്തേൽപ്പിച്ച അരിമണി ചോദിച്ചപ്പോൾ ആ അരിമണി വീണുപോയി, വേറൊന്നു തരാം എന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. കാക്ക അത് സമ്മതിച്ചില്ല. അരിമണിക്ക് പകരം 7.5 വാര നൂൽ പകരം വാങ്ങി. കുപ്പേലരിമണിക്ക് 2 അരിമണിക്ക് 7.5 നൂല് എന്നും പാടിക്കൊണ്ട് കാക്ക പിന്നെയും പറന്നു പോകുമ്പോൾ ഒരു കുശവനെ കണ്ടെത്തി. കുശവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള്. നൂല് കുശവനെ ഏൽപ്പിച്ചു. കുറേ നേരം കഴിഞ്ഞു മടങ്ങി വന്ന് നൂല് ചോദിച്ചു. നൂല് പോയിരുന്നു. അതിനു പകരം കാക്ക കുശവനോട് പിഞ്ഞാണപാത്രം വാങ്ങിച്ചു. കുപ്പേലരിമണിക്ക് 2 അരിമണിക്ക് 7.5 നൂലിന് പിഞ്ഞാണം എന്ന് പാടിക്കൊണ്ട് കാക്ക വീണ്ടും പറന്നു പോകുമ്പോൾ പശുക്കളെ മേയ്ക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. പിഞ്ഞാണം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കുറച്ചു കഴിഞ്ഞു വന്ന് പിഞ്ഞാണം തിരികെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പിഞ്ഞാണം പശു ഉടച്ചു, വേറൊന്ന് തരാം. കാക്ക സമ്മതിച്ചില്ല. പകരം ഒരു പശുവിനെ വേണമെന്ന് പറഞ്ഞു. കുപ്പേലരിമണിക്ക് 2 അരിമണിക്ക് 7.5 നൂലിന് പിഞ്ഞാണത്തിന് കാളിപ്പയ്യ് എന്ന് പാടിക്കൊണ്ട് കാക്ക പിന്നെയും പറന്നു. ഒരു കുതിരക്കാരനെ വഴിക്ക് വെച്ചു കണ്ടു. പശുവിനെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. വിരണ്ട കുതിര പശുവിനെ ചവിട്ടിക്കൊന്നു. അപ്പോഴേക്കും നമ്മുടെ കാക്ക മടങ്ങി വന്നു. പശുവില്ലെന്ന് മനസ്സിലായപ്പോൾ എന്നാൽ എനിക്ക് പകരം കുതിരയെ വേണമെന്ന് കാക്ക പറഞ്ഞു. അങ്ങനെ കുതിരക്കാരൻ കുതിരയെ കാക്കയ്ക്ക് കൊടുത്തു. കുപ്പേലരിമണിക്ക് 2 അരിമണിക്ക് 7.5 നൂലിന് പിഞ്ഞാണപാത്രത്തിന് കാളിപ്പയ്യന് ചെമ്പൻ കുതിര എന്നും പാടിക്കൊണ്ട് കാക്ക പിന്നെയും കുറേ ദൂരം പോയപ്പോൾ ഒരാനയെയും ആനക്കാരനെയും കണ്ടു. കാക്ക കുതിരയെ ആനക്കാരന്റെ കയ്യിലേൽപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞു മടങ്ങി വന്നപ്പോൾ ആന കുതിരയെ ചവിട്ടിക്കൊന്നിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോ കാക്ക എന്ത് ചെയ്തു? ആനക്കാരനോട് പറഞ്ഞ് കുതിരയ്ക്ക് പകരം ആനയെ വാങ്ങി. കുപ്പേലരിമണിക്ക് 2 അരിമണിക്ക് 7.5 നൂലിന് പിഞ്ഞാണപാത്രത്തിന് കാളിപ്പയ്യന് ചെമ്പൻ കുതിരയ്ക്ക് കൊമ്പനാന എന്ന് പാടിക്കൊണ്ട് കാക്ക ആനപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് പോയി. ഇതൊരാനയുടെയും ഒരു അണ്ണാറക്കണ്ണന്റെയും കഥയാണ്. കറുകറുത്ത കരിവീരനെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലേ? എന്തു ഭംഗിയാണ് ആനയെ കാണാനായിട്ട്. ആനയുടെ തുമ്പിക്കൈയും കൊമ്പും ഒക്കെ എന്ത് രസമാണ് കാണാനല്ലേ? അതുപോലെ ചിൽ 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 എന്ന് ശബ്ദമുണ്ടാക്കുന്ന അണ്ണാറക്കണ്ണനെയും എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലേ? നമ്മുടെ ആനയും അണ്ണാറക്കണ്ണനും വലിയ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ആനയും അണ്ണാറക്കണ്ണനും കൂടി നടക്കാനിറങ്ങി. അണ്ണാറക്കണ്ണൻ ആനപ്പുറത്തിരുന്നാണ് സവാരി. 2 പേരും കൂടി ഇങ്ങനെ നടന്ന് 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 വന്നപ്പോ ദാ ഒരു പ്ലാവ്. പ്ലാവിലെന്തുണ്ട്? നല്ല പഴുത്ത ചക്ക. ആന പെട്ടെന്ന് പറഞ്ഞു, അണ്ണാറക്കണ്ണാ, ദേ ചക്കപ്പഴം, നമുക്ക് പറിച്ച് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആന അവന്റെ തുമ്പിക്കൈ നീട്ടി ഒരു ചക്കപ്പഴം ടപേന്നു പറിച്ചെടുത്തു. ആഹാ! അതിനുശേഷം ചക്കപ്പഴം ആനയും അണ്ണാറക്കണ്ണനും കൂടി വീതം വെച്ച് കഴിച്ചു.
ഓ, എന്ത് സ്വാദാണ് ഈ ചക്കപ്പഴത്തിന്. ആന പറഞ്ഞു. നല്ല സ്വാദുണ്ട്. ആര് പറഞ്ഞു? നമ്മുടെ അണ്ണാറക്കണ്ണൻ പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ ചക്കക്കുരു കൊണ്ടുപോയി നമ്മുടെ വീടുകളില് കുഴിച്ചിടാം. അപ്പൊ നമ്മുടെ വീട്ടിലും പ്ലാവ് വളർന്നു വരുമല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചക്കപ്പഴം കഴിക്കുകയും ചെയ്യാം. ആ, അത് നല്ല ബുദ്ധിയാ, കൊണ്ടുപോവാം നമ്മുടെ അണ്ണാറക്കണ്ണൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ആന തുമ്പിക്കൈയില് ഒരു ചക്കക്കുരു എടുത്ത് നമ്മുടെ അണ്ണാറക്കണ്ണന് കൊടുത്തു. ആനയും ഒരു ചക്കക്കുരു എടുത്ത് തന്റെ തുമ്പിക്കൈയിൽ ചുരുട്ടി വെച്ചു. രണ്ടുപേരും ഇത് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് രണ്ടുപേരുടെയും വീട്ടുമുറ്റത്ത് ചക്കക്കുരു കുഴിച്ചിട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആനയുടെ ചക്കക്കുരു മുളച്ചു വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അണ്ണന്റെ ചക്കക്കുരുവും മുളച്ചു വന്നു. ആനയ്ക്ക് വലിയ സന്തോഷമായി. അവൻ ദിവസവും രാവിലെയും വൈകുന്നേരവും തുമ്പിക്കൈയില് വെള്ളം കൊണ്ടുവന്ന് പ്ലാവിന് ഒഴിച്ചു കൊടുക്കും. എന്നാ നമ്മുടെ അണ്ണാറക്കണ്ണനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് മടിയനാ. അവൻ പ്ലാവിൻ തൈക്ക് വെള്ളമൊന്നും കൊടുത്തില്ല. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതന്നെ, നമ്മുടെ പ്ലാവിൻ തൈ കരിഞ്ഞുപോയി. എന്നാൽ ആനയുടെ പ്ലാവിൻ തൈയോ, ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നത് കൊണ്ട് അത് നന്നായിട്ട് വളർന്നു വന്നു. പിന്നീട് അതിൽ ചക്കകളുണ്ടായി. എത്ര ചക്കകളാണെന്നറിയോ? എല്ലാ ദിവസവും ആന രാവിലെ പ്ലാവിന്റെ അടുത്തെത്തും. എന്നിട്ട് ആന എണ്ണും. 1, 2, 3, 4, 5. 5 ചക്കകളുണ്ട് എനിക്ക്. 5 ചക്കകളും പഴുക്കട്ടെ. ഇഷ്ടം പോലെ ചക്കപ്പഴം എനിക്ക് കഴിക്കണം. കുറച്ച് എന്റെ കൂട്ടുകാരനായ അണ്ണാറക്കണ്ണന് കൊടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ആന ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ചക്കപ്പഴമൊക്കെ ഏകദേശം പാകമാകാറായി. അപ്പോഴാണ് നമ്മുടെ അണ്ണാറക്കണ്ണൻ അതുവഴി വന്നത്. അവന് കൊതി സഹിക്കാൻ വയ്യ. അവൻ എന്ത് ചെയ്തെന്നറിയോ? അവൻ ഒരു ചക്ക മുഴുവൻ അങ്ങ് അകത്താക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മരത്തിലൂടെ ചാടി അങ്ങ് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ആന വന്നു. 1, 2, 3, 4. അയ്യോ, ഒരു ചക്ക എവിടെ പോയി? എന്റെ ചക്ക കാണാനില്ലല്ലോ. അപ്പോ ആനയ്ക്കൊരു സംശയം തോന്നി. ഇത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ എന്നെ ചതിച്ചതാ. അണ്ണാറക്കണ്ണൻ എന്റെ ചക്ക കഴിച്ചു. ഞാൻ അവനോട് ക്ഷമിക്കില്ല. കൂട്ടുകാരൻ ആലോചിച്ചു നോക്കിയേ, ഒരാളുടെ വസ്തു അയാളുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോകുന്നത് ശരിയാണോ തെറ്റാണോ? കൂട്ടുകാരൻ ആലോചിച്ചു നോക്കിയേ. അപ്പൊ ആനയ്ക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ആന കഷ്ടപ്പെട്ട് നട്ട് നനച്ചു വളർത്തിയെടുത്ത പ്ലാവിലെ ചക്കയല്ലേ. ആന നേരെ അണ്ണാറക്കണ്ണന്റെ അടുത്തേക്ക് പോയി. അപ്പോഴുണ്ട് ഒരു പറങ്കി മാവില് നമ്മുടെ അണ്ണാറക്കണ്ണൻ വിശ്രമിക്കുകയാണ്. ഡാ അണ്ണാറക്കണ്ണ, നീയാണോ എന്റെ ചക്ക മോഷ്ടിച്ചത്? അണ്ണാറക്കണ്ണൻ ചിരിച്ചു. ഞാൻ തന്നെയാ നിന്റെ ചക്ക മോഷ്ടിച്ചത്. നല്ല മധുരമായിരുന്നു കേട്ടോ. ഇതുകൂടി കേട്ടതും ആനയ്ക്ക് വലിയ ദേഷ്യം വന്നു. ആന തുമ്പിക്കൈ കൊണ്ട് അണ്ണാറക്കണ്ണനെ ചുരുട്ടിയെടുത്ത് ഒറ്റയേറ്. ദാ പോയി നമ്മുടെ അണ്ണാറക്കണ്ണൻ. എവിടെയാ വീണേന്നറിയാമോ? വലിയ ഒരു എണ്ണപാത്രത്തില്. എണ്ണയിൽ മുങ്ങിയ അണ്ണാറക്കണ്ണൻ വല്ലവിധേനയും പാത്രത്തിൽ നിന്നും വെളിയിൽ ചാടി. എന്നിട്ട് ഒട്ടും ഗമ വിടാതെ പറഞ്ഞു, എടാ ആനച്ചാരേ, ഞാൻ നിന്റെ ചക്കയും തിന്നു, ദേ ഇപ്പോ എണ്ണയും തേച്ചു. എന്നിട്ട് വീണ്ടും ചിരിച്ചു. ഇതുകൂടി കണ്ടപ്പോ ആനയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. ആന വീണ്ടും അണ്ണാറക്കണ്ണനെ തൂക്കിയെടുത്ത് ഒറ്റയേറി. ദാ അണ്ണാറക്കണ്ണൻ പോയി വീഴുന്നു. എവിടെയാണ്? വാഗപ്പാത്രത്തില്. അണ്ണാറക്കണ്ണന്റെ ദേഹം മുഴുവൻ വാഗപ്പൊടിയായി. അപ്പോ വീണ്ടും അണ്ണാറക്കണ്ണൻ ആനയോട് പറഞ്ഞു, ഡാ ആനച്ചാരേ, ഞാൻ നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു, ദാ ഇപ്പൊ വാഗയും തേച്ചു. ഇത് കണ്ട് വീണ്ടും നമ്മുടെ ആനച്ചാർക്ക് ദേഷ്യം വന്നു. ആനച്ചാറ് വീണ്ടും അവനെ എന്ത് ചെയ്തു? തൂക്കിയെടുത്ത് ഒറ്റയേറ്. ഇത്തവണ എവിടെ പോയാണ് അണ്ണാറക്കണ്ണൻ വീണെന്നറിയാമോ? താളിപ്പാത്രത്തില്. താളിപ്പാത്രത്തിൽ നിന്ന്
വീണ്ടും എഴുന്നേറ്റ് അണ്ണാറക്കണ്ണൻ പറഞ്ഞു, ആനച്ചാരേ, ഞാൻ നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു, വാകയും തേച്ചു, താളിയും തേച്ചു. ചിൽ 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 ചിൽ. ഓ, വീണ്ടും നമ്മുടെ ആനച്ചാർക്ക് ദേഷ്യം വന്നു. ആനച്ചാറ് വീണ്ടും അവനെ തൂക്കിയെടുത്ത് ഒറ്റയേറ് എവിടെ പോയാണ് അണ്ണാറക്കണ്ണൻ ഇത്തവണ വീണേന്നറിയോ? ഒരു കുളത്തില്. ആഹാ, കുളത്തിൽ വിസ്തരിച്ചൊരു കുളി നടത്തി ആര്? നമ്മുടെ അണ്ണാറക്കണ്ണൻ. എന്നിട്ട് ആനയെ നോക്കി പറഞ്ഞു, ആനച്ചാരേ, ഞാൻ നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു, വാകയും തേച്ചു, താളിയും തേച്ചു, കുളിയും കഴിഞ്ഞു. ചിൽ 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 ചിൽ. ഇതുകൂടി കേട്ടപ്പോ ആനയ്ക്ക് സഹിക്കാൻ വയ്യാതെ ആന വീണ്ടും എന്ത് ചെയ്തെന്നോ? അണ്ണാറക്കണ്ണനെ ചുരുട്ടിയെടുത്ത് ഒറ്റയേറ്. ഇത്തവണ അണ്ണാറക്കണ്ണൻ എവിടെയാ പോയി വീണെന്നറിയോ? അമ്പലത്തിന്റെ മുറ്റത്ത്. അമ്പലത്തിന്റെ മുറ്റത്ത് വീണ അണ്ണാറക്കണ്ണൻ ചാടി എഴുന്നേറ്റ് 2 കൈയും കൂപ്പി പറഞ്ഞു, ഭഗവാനേ, എന്നെ രക്ഷിക്കണേ, എനിക്കിനിയും ചക്കപ്പഴമൊക്കെ കിട്ടണമേ. എന്നിട്ട് ആനച്ചാരെ നോക്കി പറഞ്ഞു, എടാ ആനച്ചാരെ, ഞാൻ നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ച്, വാകയും തേച്ച്, താളിയും തേച്ചു, കുളിക്കുകയും ചെയ്ത്, അമ്പലത്തിൽ തൊഴുകയും ചെയ്തു. ചിൽ 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 എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം വലിയ ഒരു മാവില് കയറി ഇരുപ്പായി. ഇത് കണ്ട് നമ്മുടെ പാവമാന തുമ്പിക്കൈയും താഴ്ത്തി സങ്കടപ്പെട്ട് നിന്നു. ഇതാണ് നമ്മുടെ അണ്ണാറക്കണ്ണന്റെയും ആനക്കുട്ടന്റെയും കഥ. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ആരെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക്? അണ്ണാറക്കണ്ണനെയാണോ അതോ നമ്മുടെ ആനച്ചേട്ടനെയാണോ? അക്കാര്യം അച്ഛനോടും അമ്മയോടും പറയണം കേട്ടോ. ശരി, അപ്പൊ ഇനി നമുക്ക് രസകരമായ വേറൊരു കഥയുമായി കാണാം.